ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വചനപ്രകരണം. വചനപ്രകരണം. ഓക്കെ, മലയാള വ്യാകരണത്തിൽ വചനം എന്നത് വസ്തുവിന്റെ എണ്ണത്തെ കുറിക്കുന്നതാണ്. വചനം രണ്ടു വിധം: ഏകവചനം, ബഹുവചനം. ഏകവചനം: വ്യക്തി ഓർ വസ്തു ഒന്നേ ഉള്ളൂ എങ്കിൽ ഏകവചനം. ഏകവചനത്തിന് പ്രത്യയമൊന്നുമില്ല. ഉദാഹരണം: ഞാൻ, അവൻ, അത്, പുസ്തകം, കസേര. ബഹുവചനം: ഒന്നിലധിക ഒന്നിലധികത്തെ കുറിക്കുന്നത് ബഹുവചനം. അർ, ആർ ഓർ മാർ, കൾ എന്നിവ ബഹുവചന പ്രത്യയങ്ങൾ. ഉദാഹരണം: ഞങ്ങൾ, അവർ, അവ, പുസ്തകങ്ങൾ, കസേരകൾ. ബഹുവചനം മൂന്ന് വിധം: സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം. സലിംഗ ബഹുവചനം: സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ മാത്രം ബഹുത്വത്തെ സൂചിപ്പിക്കുന്നതാണ് സലിംഗ ബഹുവചനം. ഉദാഹരണം: സ്ത്രീ പെൺകുട്ടികൾ, അമ്മമാർ സ്ത്രീകൾ, പൂ പുരുഷന്മാർ, കാളകൾ, കൊമ്പനാനകൾ. നഭു മലകൾ, പുഴകൾ, തടാകങ്ങൾ. അലിംഗ ബഹുവചനം: ചില നാമരൂപങ്ങൾ സ്ത്രീ പുരുഷ ഭേദം കുറിക്കാത്തവയാണ്. ഉദാഹരണം: കുട്ടി, വിദ്യാർത്ഥി, ജനം. ഭേദം കുറിക്കുന്നില്ലെന്നേയുള്ളൂ. ഒന്നുകിൽ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ, അതുമല്ലെങ്കിൽ ഒരുമിച്ച് ഈ നാമത്തിലുണ്ടാകും. ഉദാഹരണം: ജനം സ്ത്രീയും പുരുഷനും ഉൾപ്പെടുന്ന സമൂഹമാണ്. ശിശുക്കൾ, കുട്ടികൾ, കാഴ്ചക്കാർ, ജനങ്ങൾ, നാട്ടുകാർ, വീട്ടുകാർ, സമർത്ഥർ. പൂജക ബഹുവചനം: ബഹുമാനം കാണിക്കാൻ ബഹുമാനം കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബഹുവചന രൂപമാണിത്. ഇത് രൂപം കൊണ്ട് ബഹുവചനവും അർത്ഥം കൊണ്ട് ഏകവചനവും ആണ്. ഉദാഹരണം: ദ്രോണർ, വൈദ്യർ, ഗുരുക്കൾ. ബഹുമാനം കാണിക്കാൻ വേണ്ടിയാണ് ഈ ഏകവചനങ്ങളിൽ ബഹുവചനങ്ങൾ പ്രത്യയം ചേർക്കുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. വിൽ സീ നെക്സ്റ്റ് വീഡിയോ. ബൈ.